റോസ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് 60 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, 60. ഓക്കെ, ഇനി നമുക്ക് 60 ചെയിൻ സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷയാണ്. ഡബിൾ ക്രോഷ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തതിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, 3 ചെയിന് സ്കിപ്പ് ചെയ്യും, 1 2 3, എന്നിട്ട് 4ാമത്തതിലോട്ട് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് വേണം 4ാമത്തതിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ. ഡബിൾ ക്രോഷയ്ക്ക് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ടാണല്ലോ ചെയ്യുക. 3 സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തതിലോട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഇട്ടു. ഇപ്പോൾ ഹൂക്കിൽ 3 ത്രെഡ് ഉണ്ട്. ഇനി യാൺ ഓവർ ചെയ്ത് ഒരെണ്ണത്തിനകത്തുനിന്ന് പുറത്തോട്ട് വരുന്നു. പിന്നീട് യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തുനിന്ന്, പിന്നീട് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിനകത്തുനിന്നും പുറത്തോട്ട് വരുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. അപ്പം നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്തിരിക്കുന്ന ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഇവിടെ ഈ ഒരു ചെയിന്, അതിനകത്തോട്ട് ഇനി, അതായത് നമ്മൾ ഇപ്പം നേരത്തെ 3 സ്കിപ്പ് ചെയ്ത് 4ാമതായിട്ട് ഇട്ടിട്ടുള്ള ചെയിൻ ഉണ്ടല്ലോ, അതിനകത്തോട്ട് 4 ചെയിൻ ചെയ്തിട്ട് ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 ചെയിൻ ചെയ്തു. ഇനി നമ്മളിത് നേരത്തെ ഡബിൾ ക്രോഷേ ചെയ്തിരിക്കണ സെയിം ഹോളിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. യാൺ ഓവർ ചെയ്യുന്നു, ആ ഒരു ചെയിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്തു. അവിടുന്ന് യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് വന്നു. ഓക്കെ, ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുന്നു 2 എണ്ണത്തിനകത്തുനിന്നും, പിന്നീട് യാൺ ഓവർ ചെയ്ത് എഗെയിൻ 2 എണ്ണത്തിനകത്തുനിന്നും പുറത്തോട്ട് വന്നു. ഇപ്പം നമുക്കിത് ഈ ഒരു രൂപത്തിലാണ് കിട്ടുക. അതായത് ഇവിടെ ഒരു വലിയ ഹോള്, ഇവിടെ ഒരു കുഞ്ഞു ഹോള്, ഇവിടെ ഒരു ചെറിയൊരു ഹോളും കൂടെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്യുന്നു. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാണ്. 3 സ്കിപ്പ് ചെയ്തെങ്ങാണ്ട് 4ാമത്തതിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. 3 സ്കിപ്പ് ചെയ്ത് 4ാമത്തിലോട്ട് ഇൻസേർട്ട് ചെയ്തു. യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് വന്നു. എഗെയിൻ യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തുനിന്നും, വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തുനിന്നും പുറത്തോട്ട് വരുന്നു. ഓക്കെ, ഇനി വീണ്ടും 4 ചെയിൻ, 1 2 3 4. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു 3 സ്കിപ്പ് ചെയ്ത് 4ാമതായിട്ട് ഇട്ടില്ലേ, അതിലോട്ട് തന്നെ അത് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് വരുന്നു. എഗെയിൻ യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തുനിന്ന്, എഗെയിൻ യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തുനിന്ന്. ഇപ്പം നമ്മൾ ഈ ഒരു പ്രോസസ്സ് 2 പ്രാവശ്യം ചെയ്തു. ഓക്കെ, അതായത് നമ്മൾ ആദ്യം 3 സ്കിപ്പ് ചെയ്ത് 4ാമത്തതിലോട്ട് ഇടുക, പിന്നെ 3 ചെയിൻ ചെയ്ത് അതിലോട്ട് തന്നെ ഇടുക, പിന്നെ 3 സ്കിപ്പ് ചെയ്ത് 4ാമത്തതിലോട്ട് ഇടുക, 3 ചെയിൻ ചെയ്ത് കണ്ട് അതിലോട്ട് തന്നെ ചെയ്യാന്നുള്ള മെത്തേഡ് ഇപ്പം നമ്മൾ 2 പ്രാവശ്യം ചെയ്തു. ഇനി ആ സെയിം മെത്തേഡ് തന്നെ ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ ഇനി വീണ്ടും ചെയ്യാണ്. യാൺ ഓവർ ചെയ്യുന്നു, 3 സ്കിപ്പ് ചെയ്ത് 4ാമത്തതിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അഗെയിൻ അവിടുന്ന് യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് വരുന്നു. ഇങ്ങനെ 2 എണ്ണത്തിന്ന്, പിന്നീട് 2 എണ്ണത്തിനകത്തുനിന്ന്. നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വീണ്ടും അതിലോട്ട് ചെയ്യേണ്ടത് എന്താണ്, 4 ചെയിന്, അതിനകത്തോട്ട് തന്നെ യാൺ ഓവർ ചെയ്തിട്ട് ഇടുക. അവിടുന്ന് നമ്മൾ യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് വരുന്നു. എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ, 2 എണ്ണത്തിനകത്തുനിന്നും, എഗെയിൻ 2 എണ്ണത്തിനകത്തുനിന്നും. അതായത് ഈ ഒരു 60 സ്റ്റിച്ചസ് ഫുള്ളും നമ്മൾ ഈ ഒരു സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ആദ്യം എന്ത് ചെയ്യുക, 3 സ്കിപ്പ് ചെയ്ത് 4ാമത്തതിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, പിന്നെ 3 ചെയിൻ ചെയ്ത് സെയിമിലോട്ട്, പിന്നെയും 3 സ്കിപ്പ് ചെയ്ത് 4ാമത്തതിലോട്ട്, അഗെയിൻ അതിലോട്ട് തന്നെ 4 ചെയിൻ ചെയ്ത് ഡബിൾ ക്രോഷേ, വീണ്ടും അങ്ങനെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, ഇത് അറ്റം വരെ ചെയ്തു പോകണം. ഒരു കാരണവശാലും ഇതിൽ ചെയ്ത് പോകരുത്.
ഈ ഒരു ചെയിനിലോട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത്തരത്തിൽ എന്ത് ചെയ്യുക, ഈ ഒരു 60 ചെയിൻ സ്റ്റിച്ചും ചെയ്ത് തീർക്കുക. ഏറ്റവും ലാസ്റ്റത്തിലും ഡബിൾ ക്രോഷ്യ ചെയ്യുക കേട്ടോ. അവസാനത്തെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, അതിലും വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് 3 സ്കിപ്പ് ചെയ്ത് 4-മത്തതിലോട്ട് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നു. യാൺ ഓവർ ചെയ്ത് 2 വീണ്ടും 2 ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്തിട്ട് 4 ചെയിൻ ചെയ്തിട്ട് ആ സെയിം അതിനകത്തോട്ട് തന്നെ യാൺ ഓവർ ചെയ്തിട്ടിട്ട് നമ്മൾ അവിടെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഫൈനലായി നമ്മൾ ഇനി ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവുകയാണ്. അതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് വലിച്ചെടുത്തു. ഓക്കെ, അവിടെ നിന്ന് ഇനി നമ്മൾ 2 വെച്ചിട്ട് യാൺ ഓവർ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ഫൈനലായിട്ടുണ്ട്. നമ്മളിതിങ്ങനെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഭാഗം ഇവിടെ ഇങ്ങനെ ഈ അറ്റത്ത് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഈ രൂപത്തിലിത് ഫിനിഷായി. ഇനി നമുക്കിതൊന്ന് തിരിച്ചു പിടിക്കാം. ഓക്കെ, ഇനി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ എവിടെയാണോ എൻഡ് ചെയ്തത് അവിടെ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കൊന്ന് തിരിച്ചു പിടിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഒരു താഴ്ഭാഗം ഇവിടെ ആ ചെയിൻ ഇവിടെ വന്നിട്ടുണ്ട്. അവസാനം ചെയ്ത ഭാഗം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മൾ ഈ ഒരു വലിയ 3 ചെയിൻ വന്നിട്ടുള്ള ഈ ഒരു പൊങ്ങി കിടക്കുന്ന ഭാഗത്ത് നമ്മൾ 5 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ. പിന്നത്തേതിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ 7 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, 7 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ. ഫുള്ളിലും നമ്മൾ പിന്നീട് 7 ഡബിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിതെപ്പോഴും യാൺ ഓവർ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ചിലരെല്ലാം വരുത്തുന്നൊരു മിസ്റ്റേക്കാണ് അത്, യാൺ ഓവർ ചെയ്യണോ എന്ന് ആലോചിക്കുന്നത്. എപ്പോഴും ഡബിൾ ക്രോഷ്യയിൽ യാൺ ഓവർ ഉണ്ട്. യാൺ ഓവർ ചെയ്തിട്ട് ഈ ഒരു ഹോളിനകത്തോട്ട് ഇട്ടിട്ട് അവിടുന്ന് യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് വന്ന് എഗെയിൻ നമ്മൾ 2 പുറത്തോട്ട് വരുന്നു, വീണ്ടും 2 പുറത്തോട്ട് വരുന്നു. നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ അതിനകത്ത് 5 ചെയ്യാൻ പോവുകയാണ്. യാൺ ഓവർ ചെയ്യുന്നു, അതിനകത്തോട്ട് ഇടുന്നു, അവിടുന്ന് യാൺ ഓവർ ചെയ്ത് വരുന്നു. എഗെയിൻ നമ്മൾ വീണ്ടും 2 എഗെയിൻ വീണ്ടും 2 ഈ ഒരു രൂപത്തിൽ നമുക്കിതിൽ 5 ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് അകത്തോട്ടിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, യാൺ ഓവർ ചെയ്തിട്ട് 2 വലിക്കും. എന്താ ചെയ്തത്, 1 മോർ നോക്കിക്കോളൂ. ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, അതിനകത്തോട്ട് ഇട്ടു, അവിടെ നിന്നും യാൺ ഓവർ ചെയ്തിട്ട് വലിച്ച് എന്ത് ചെയ്യുക, എഗെയിൻ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യാൺ ഓവർ ചെയ്തിട്ടല്ല നമ്മൾ അതിനകത്തോട്ട് ഇടുന്നത്. 1 മോർ നോക്കിക്കോളൂ. സിംഗിൾ ക്രോഷ്യയ്ക്ക് യാൺ ഓവർ ചെയ്യുന്നില്ല. സിംഗിൾ ക്രോഷ്യയ്ക്ക് നമ്മൾ യാൺ ഓവർ ചെയ്യുന്നില്ല. ഇനി നേരിട്ട് ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ് ഇങ്ങനെ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആ ഒരു വലിയ ത്രെഡ് യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇനി യാൺ ഓവർ ചെയ്ത് ഇങ്ങനെ വലിക്കുന്നു. അപ്പോൾ സിംഗിൾ ക്രോഷ്യ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതെ ഇതിനകത്ത് 5 ചെയിൻ സ്റ്റിച്ച് ചെയ്തു, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, 6 ചെയ്തു, ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, ഇവിടെ 7 സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ വരുന്ന ഭാഗമാണ് നമുക്ക് ഈ താണ് കിടക്കുന്നത്. ഓക്കെ, ആ രൂപത്തിൽ നമ്മളത് അവസാന ഭാഗമായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ലാസ്റ്റ് ഇതിലും കൂടെ സിംഗിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്തെടുക്കാം. അതുകൂടെ ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം.
ഏറ്റവും ലാസ്റ്റത്തിലും നമ്മൾ ആ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ത്രെഡ് ഒന്നിങ്ങനെ വലിച്ച് നീട്ടിയിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കെട്ട് ഇടാം. ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി കുറച്ച് നിർത്തിയിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇടുക്കി കൊടുക്കണത് നന്നായിരിക്കും. പറ്റേ അറ്റത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, നമുക്കിതിൻ്റെ തുടക്കത്തിലുള്ള ഈ ഒരു ചെയിനും കൂടെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മളിത് രണ്ടറ്റവും കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്നിങ്ങനെ ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റോസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശം നമുക്കൊന്നെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഡ്രസ്സിലോ ഹെയർ ബാൻഡിലോ ബാഗിലൊക്കെ ഒട്ടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിലും അത് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലവർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലോട്ട് ലീഫ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് പഠിക്കാം കേട്ടോ.